ഹായ്, നമസ്കാരം. നുറുങ്ങ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് സോയാ ബോൾ കൊണ്ട് ഒരു സ്പെഷ്യൽ ഡിഷ് തയ്യാറാക്കാം. നമുക്കതിന് വേണ്ടിയിട്ട് പാനിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വയ്ക്കാം. അത് തിളച്ച് വരുമ്പോൾ നമുക്ക് സോയാ ബോൾ ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്കിനി സോയാ ബോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് നല്ലോണം പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്കിത് പച്ചവെള്ളത്തിലേക്ക് ഇടാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിനി കുരുമുളക്, വറ്റൽമുളക്, പെരിഞ്ചീരകം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കാം. സോയാ ബോൾ പിഴിഞ്ഞൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് മൂത്തിട്ടുണ്ട്. നമുക്കിനി പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ട് നമുക്ക് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വറുത്ത് പൊടിച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാ ബോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മൂടി ഇരുന്നൊന്ന് വേവട്ടെ. നമുക്കിത് വറ്റിയൊന്ന് നോക്കാം. നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. സോയാ ബോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. സോയാ ബോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം.